നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഒരു മൂന്നാലഞ്ച് പടം ഒരുമിച്ച് കണ്ടൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ എക്സ്പെക്ട് ചെയ്യാത്ത നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമാക്സുകൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു പടമാണ്. പെർഫോമൻസ് എല്ലാവരും ഒന്നിനൊന്ന് നല്ല രീതിയിൽ ചെയ്തു. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകളായതുകൊണ്ട് എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവർക്കും പറ്റിയിട്ടുണ്ട്. വേറെ അറിയാമെന്നല്ലാണ്ട് പിന്നെ എഡിറ്റർ സാഗറിന് അറിയാം, അല്ലാതെ എനിക്കിതിൻ്റെ വേറെ ആരും അറിയില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാനൊരു 10 സിനിമ എടുത്ത് നോക്കി, അതിനകത്ത് എനിക്കൊന്ന് തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം കണ്ട ഏറ്റവും നല്ല സിനിമയായിരിക്കും ഒരു റൊണാൾഡോ ചിത്രം. കാരണം 1-2 ആർട്ടിസ്റ്റുകൾ എടുത്ത് പറയാനുള്ളത്, പഴയ നമ്മുടെ മരിച്ചുപോയ മേഘനാഥൻ ചേട്ടൻ ഒരു പള്ളിയിൽ അച്ഛൻ്റെ വേഷം ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള ക്യാരക്ടർ. അതുപോലെ തന്നെ ഇന്ദ്രൻ സേട്ടൻ, ഹോമിന് ശേഷം ഇന്ദ്രൻ സേട്ടൻ ചെയ്യുന്ന ഒരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ഒരു ക്യാരക്ടറൈസേഷൻ ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ അവിടെ പറഞ്ഞോളൂ, സൂപ്പർ ടിസ്റ്റ് എന്ന് വെച്ചാൽ പറയാം, ടിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ, അത് ഇന്ദ്രൻ സേട്ടൻ അഭിനയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അദ്ദേഹം അത് പങ്കുവച്ചു. അത് എനിക്കൊരു സംഗീതായകൻ്റെ മികവെന്ന് പറയുന്നത് ഈ പടത്തിൽ കാണാം. നിങ്ങളെല്ലാവരും കയറി കാണും, എല്ലാവരും കയറി കാണണം. അതുപോലത്തെ ടിസ്റ്റ് കേട്ടോ. നമ്മൾ സിനിമ തുടങ്ങിയിട്ട് ഒരു ചെറിയ സിനിമയായിട്ടാണ് തുടങ്ങാനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അതിൽ ഷോർട്ട് ഫിലിമൊക്കെ കിടിലാണ് സൂപ്പറാണ്. അടിപൊളി, സൂപ്പർ, മസ്റ്റ് വാച്ച്. ഒരു ഭയങ്കര കുറേ നാളായല്ലോ നമ്മൾ ഇതുപോലത്തെ ഫീൽ ഗുഡ് സിനിമ. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ ഒരു ഫീൽ ഗുഡ് സിനിമ വന്നു. ഭയങ്കര രസമുണ്ട്. അശ്വിൻ നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് റിനോജ് ചേട്ടനും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അടിപൊളി, എന്തായാലും മസ്റ്റ്, എല്ലാവരും നമുക്ക് തിയേറ്ററിൽ കാണാം.